പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനവുമായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ദൈവവചന പഠനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ ഷാജൻ പാറക്കടവിലാണ്. ഓൺലൈൻ എപ്പിസ്റ്റൽസ്. ദൈവം തന്നെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, കൂടാതെ പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ ചുരുക്കമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്ര 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 സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, കർത്താവേ, സുന്ദര നല്ല സമയത്തിനാ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഗബായുടെ കർത്താവേ, ഞങ്ങൾ ബൈബിൾ കോളേജ് കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചിന്റെ പാതപെടുത്തലിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ പല ഭവനങ്ങളിരുന്ന കർത്താവേ, അപ്പൊ ആ ഒന്നിച്ചിന്റെ പാതപെടുത്തലിരിക്കുമ്പോൾ കർത്താവെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഈ ക്ലാസ്സിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെയും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം കർത്താവെ, ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ വൃത്തിനെ നിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. വചനത്തിലെ വാതിൽ തുറക്കുമ്പോൾ കർത്താവെ, ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ നിന്റെ മകന് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരാത്മീയ മാനസികമായി ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഡിവൈസിൽ കയറിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ. എല്ലാവരെയും കർത്താവ് വിഷയത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പഠിച്ചു കഴിയുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, അനേകരിലേക്ക് അത് കർത്താവെ നല്ല നിലത്ത് വേണം എത്തുപോലെ കർത്താവെ അത് വിതറുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ തരുമാറാകണം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നേതൃത്വം ലാൽസാറിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിന്റെ മകനോട് ദൈവം മനസ്സിലണമേ കർത്താവെ. ആപത്തിൽ നിന്നൊക്കെ പിടിച്ചതിനായ സ്തോത്രം കർത്താവെ. ദൈവമേ, ഷാജി ദാനിയേൽ സാറിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. വചനം കർത്താവ് പിടിപ്പിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ. കർത്താവെ, ഹല്ലേലൂയ. എല്ലാവരും നീ ആത്മീയബോധന്മളാ നിറച്ചാട്ട് കർത്താവെ. കർത്താവെ, ഈ വചനം പിടിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ. ഹല്ലേലൂയ. അവസാനത്തോളം കർത്താവെ, നിത്യതയിലെ വരെ എത്തുകയോളം ഞങ്ങൾ കൂടുവാൻ അധ്വാനിപ്പാനുള്ള കൃപ, അനേകരിലേക്ക് ഞങ്ങൾ ഇത് പഠിച്ചത് വിതറുവാൻ കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനത്തിന്റെ വാതിൽ തുറന്നാട്ട് ദാസനെ ബലപ്പെടുത്തിയാട്ടെ. അതിയുടെ അവസാനം കർത്താവ് കൂടെ ഇരിക്കണം. ശുദ്ധാത്മാവിനെ ഞങ്ങളെ നിയന്ത്രിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്ര ഞങ്ങൾക്ക് ആദ്യം വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ സോമോൻ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പുതുതായി ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ പഴയ ക്ലാസ്സുകൾ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭ്യമാണ്. പുതുതായി ജോയിൻ ചെയ്തവരെയും പ്രത്യേകം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ പാസ്റ്ററിനെ ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് പ്രിയ ലാലിച്ചാനും മറ്റു പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ആപത്തിൽ ദൈവം സൂക്ഷിക്കുകയും നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് ശനിയാഴ്ച നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറിന്റെ വിശദാംശങ്ങൾ പിന്നീട് പറയും. എങ്കിൽ പോലും ഞാൻ പ്രാരംഭമായിട്ടൊന്ന് ഓർപ്പിക്കട്ടെ. എല്ലാ ആളുകളും, കഴിവതും എല്ലാ ആളുകളും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവരുടെ ഭവനങ്ങളിൽ ഇരുന്ന് സമയം വേർതിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങൾ ഈ വിഷയത്തോട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് തൻ്റെ ശുശ്രൂഷകളെയും, പ്രത്യേകിച്ച് ഈ ഫാസ്റ്റിംഗ് പ്രയർ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ ക്ലാസ്സുകളിൽ പലപ്പോഴും റിവൈവൽ മീറ്റിങ്ങുകൾ, ഫാസ്റ്റിംഗ് പ്രയറുകൾ, സെമിനാറുകൾ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിരുന്നു ഈ ക്ലാസ്സിന്റെ ഇടയ്ക്കൊക്കെ. എല്ലാ ദിവസവും ഈ ക്ലാസ് അല്ലാതെ ശനിയാഴ്ചകളിലൊക്കെ ആയിട്ട് കൺവെൻഷൻസ്, അങ്ങനെ പലതും നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ പ്രാരംഭം എന്ന നിലയിൽ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രധാനമായും പ്രധാനദാസനെയും ഓർത്തും തന്റെ കുടുംബത്തെ ഓർത്തും ശുശ്രൂഷകളെ ഓർത്തും സഭയെ ഓർത്തും നാം പ്രാർത്ഥിക്കുക. തനിക്കുണ്ടാകുന്ന ഈ പ്രത്യേക അവസരത്തിൽ ദൈവം സൂക്ഷിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിംഗ്, പകല് നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഭവനങ്ങളിലോ മറ്റിടങ്ങളിലോ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ പരസ്പരം വിളിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ പരസ്പരം കോൾ ചെയ്ത് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, ഗ്രൂപ്പ് കോൾ ചെയ്ത് പ്രാർത്ഥിക്കാം. അതൊക്കെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ വൈകിട്ട് ഇതൊരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ സമാപനമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പ്രത്യേകം പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം ഈ ശുശ്രൂഷകളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം ധാരാളമായി നമ്മുടെ ക്ലാസ്സുകളെ അനുഗ്രഹിക്കുന്നല്ലോ. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ആമുഖമായി ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് വിശദാംശങ്ങൾ പുറകെ നമുക്ക് ലഭ്യമായി തീരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ഇനി ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകളിൽ മനുഷ്യൻ എന്ന ആന്ത്രോപോളജിക്കൽ കോൺസെപ്റ്റ് അഥവാ ആന്ത്രോപോളജി എങ്ങനെയാണ് തന്റെ ലേഖനങ്ങളിൽ മനുഷ്യൻ എന്ന നിലയിൽ താൻ ഉപയോഗിച്ചത് എന്നാണ് നമ്മൾ പഠിച്ചു വന്നത്. തുടക്കമായിരുന്നു. അതിന്റെ പൗലോസിന്റെ മനുഷ്യനെ കുറിച്ചുള്ള വീക്ഷണം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിൽ രണ്ടാമത്തെ ചിന്ത ആന്ത്രോപോളജിക്കൽ കോൺസെപ്റ്റ് അഥവാ നരവംശാസ്ത്ര പദങ്ങൾ. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ന ബന്ധത്തിൽ ഉപയോഗിച്ച പദങ്ങൾ ഏതൊക്കെയാണ് എന്ന നിലയിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം ബോഡി അഥവാ ശരീരം എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് നമ്മൾ അങ്ങനെ നിൽക്കട്ടെ. അതിനുശേഷം രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദേഹി അഥവാ സോൾ എന്ന പദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിന്റെ ഒരു പ്രാരംഭം ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ വിശദമായിട്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടർന്നുള്ള മറ്റു പദങ്ങൾ ചിന്തിക്കാം. സൈക്കെ എന്ന പദം, ഇത് ഈ ഭാഗം പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു പ്രാരംഭം എന്ന നിലയിൽ എന്താണ് ദേഹി എന്ന നിലയിൽ നമുക്ക് പൊതുവായി എന്താണ് ചിന്തിക്കുന്നത്, മതങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, വിശ്വാസങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, നാം എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, ദേഹിയെ സംബന്ധിച്ച് എന്താണ് നമുക്ക് അറിയേണ്ടത് എന്നത് ഒരു സാമാന്യ വിവരം നമുക്ക് ലഭിക്കേണ്ടതിനായി ഒരു പൊതുവായ ചില കാര്യങ്ങൾ ഓർപ്പിച്ച ശേഷം നമ്മൾ ഇതിലേക്ക് വരുന്നതായിരിക്കും. നമുക്കറിയാം, ഈ മനുഷ്യൻ പ്രധാനമായി 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്കറിയാം. ഒന്ന് മനുഷ്യന്റെ ദേഹം അഥവാ ശരീരം, 2 ദേഹി അഥവാ സോൾ, മൈൻഡ്, കോൺഷ്യസ് എന്നൊക്കെ പറയുന്ന ദേഹി എന്ന് പറയുന്ന ഭാഗം, മൂന്നാമത്തെ കാര്യം ആത്മാവ് എന്ന് പറയുന്ന സ്പിരിറ്റ്. ഇതാണ് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി ശ്രദ്ധിക്കുക, ഈ ദേഹിയെ സംബന്ധിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്. ഒന്ന്, സാമാന്യ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദേഹി എന്നത് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളിൽ ദേഹി സാധാരണ മനുഷ്യന്റെ മനസ്സ്, യുക്തിചിന്ത, ബോധം, വികാരങ്ങൾ, ഓർമ്മ, ഇങ്ങനെ മനുഷ്യനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ദേഹി എന്ന് പറയുക. ഒരു മനുഷ്യ ശരീരത്തിൽ ആ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു ചാലക ശക്തിയായി അഥവാ നിയന്ത്രണ ഘടകങ്ങളായി അവന്റെ വ്യക്തിത്വത്തെയും അവന്റെ സാമാന്യ ബോധത്തെയും ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോരുത്തരെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ വിശേഷതയുള്ളതാക്കി തീർക്കുന്ന, അവനെ പുകഴ്ത്തുന്ന, അവനെ ഇകഴ്ത്തുന്ന, ചുരുക്കത്തിൽ അവൻ എന്തായിരിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിരിക്കുന്ന ബോധ്യമാണ് ദേഹി എന്ന് പറയുന്ന ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുക. സാമാന്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക. ഇനി ശ്രദ്ധിച്ചേ, വേദവസ്തുത്തിൽ നമുക്കറിയാമല്ലോ, മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം 2:7 നാം വായിക്കുന്നത് മണ്ണിൽ നിന്നും എന്ത് ചെയ്യുന്നു, മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതുന്നു. നാം വായിക്കുന്നത് എങ്ങനെയാണ്, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ജീവനുള്ള ദേഹിയായി തീർന്നു, ജീവനുള്ള ഒരു വ്യക്തിയായി തീർന്നു. ബൈബിളിന്റെ ഒരു വീക്ഷണം നമുക്ക് പ്രകാരം നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാമെങ്കിലും പൊതുവായി ബൈബിളിന്റെ ഒരു വീക്ഷണം ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ശരീരമല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ ശരീരവും മനസ്സും യുക്തിബോധവും ചിന്തയും തുടങ്ങി ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദേഹിയെ നമുക്ക് കാണാൻ കഴിയും. ഇനി ശ്രദ്ധിക്കുക, ഈ ആത്മാവ് മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ ദേഹി എന്നത് ഈ മനുഷ്യനെ അവനെ തന്നെ നിയന്ത്രിക്കുന്ന, അവനിൽ തന്നെ സജീവമായി നിൽക്കുന്ന, അവനെ ഒരുക്കിയെടുക്കുന്ന, അവനെ അവന്റെ ജീവിതത്തിൽ സമസ്ത മേഖലയിൽ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണ ഘടകമായി ദേഹി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ബൈബിളിന്റെ തിയറി അനുസരിച്ച്, ബൈബിളിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ദേഹി എന്നത് മർത്യമാണ്, മരണത്തിന് വിധേയപ്പെട്ടതാണ്. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ അവനിൽ കുടികൊള്ളുന്ന ദേഹി കൂടി അസ്തമിക്കും അഥവാ തീരും.
മരിക്കും എന്നുള്ളതാണ്. അഥവാ മരണവുമായി ബന്ധപ്പെട്ട് വിധേയപ്പെടുന്നതാണ് ദേഹി എന്ന് നമുക്ക് കാണാൻ കഴിയും. എഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ ചില മതങ്ങൾ ദേഹി അമർത്യമാണെന്നും അനശ്വരമാണെന്നും പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പുറകെ ഞാൻ പറയാം വിവരം. ഏതായാലും പൊതു കാഴ്ചപ്പാട് ഇതാണ് വാസ്തവത്തിൽ ദേഹിയെ സംബന്ധിച്ച്. ഞാൻ ഒന്നുകൂടെ പറയാം. ദേഹി എന്ന് നമ്മൾ പൊതുവായി ചിന്തിക്കേണ്ടതിന് അടിസ്ഥാനപരമായി ജീവൻ എന്നും ബൈബിളിൽ അർത്ഥമുണ്ട്. അഥവാ ജീവൻ എന്നും നമുക്ക് ദേഹിയെ വിളിക്കാം. എങ്കിൽ പോലും സാമാന്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ സ്വത്വവും സ്വഭാവ വിശേഷതയും നൽകുന്ന ഘടകമാണ് ദേഹി എന്ന് പറയുക. സ്വത്വം എന്ന് പറയുക അവൻ ആരാണ്, എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം, അതാണ് സ്വത്വം എന്ന് വെളിപ്പെടുത്തുക. ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയുടെ സ്വഭാവ വൈശിഷ്ട്യവും അവന്റെ വ്യക്തിവിശേഷവും അതുപോലെ തന്നെ അവന്റെ സ്വത്വവും അവൻ ആരാണെന്നും സംബന്ധിച്ച് യഥാർത്ഥമായ ബോധ്യം നൽകുന്ന ഘടകമാണ് ഈ ദേഹി എന്ന് പറയുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, മതങ്ങളെല്ലാം കൃത്യമായി ഈ ദേഹിയെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്നുണ്ട്. നമ്മൾ ഈ ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ പഠിക്കുന്നത് ഉത്തമമായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ട് 1-2 ചിന്തകൾ കൂടി പറഞ്ഞ് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇനി ശ്രദ്ധിക്കുക, ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പഞ്ചകോശമയമാണ് മനുഷ്യന്റെ ശരീരം എന്ന് പറയും. മനുഷ്യൻ 5 കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. തൈത്തിരീയ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ കൃത്യമായി പറയുന്നത് പഞ്ചഘടകങ്ങളിലൂടി 5 ലെയർ 5 ഘടകങ്ങൾ കൂടിയ ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുക. ശ്രദ്ധിച്ചേ, ഇതൊന്നും നിങ്ങൾക്ക് ഈ നോട്ടിനകത്ത് കൃത്യമായിട്ട് എഴുതാൻ പറ്റത്തില്ല. നമ്മളൊരു പൊതുവിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫുട് നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ഒന്നാമത് അന്നമയ കോശം. നമ്മൾ ദേഹിയാ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേഹിയെ സംബന്ധിച്ച് ഈ ഹൈന്ദവ മത വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒന്ന് അന്നമയ കോശം, അഥവാ ഭൗതിക ശരീരം. അന്നത്താൽ, ഭക്ഷണത്താൽ നിലനിൽക്കുന്ന ഒരു ഭാഗം മനുഷ്യൻ ഉണ്ട് എന്ന ഒരു ചിന്ത. അന്നമയ കോശം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവനെ സംബന്ധിച്ചും ജീവന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചും പ്രാണനാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനമെങ്കിൽ പോലും ശരീരം എന്ന അർത്ഥത്തിൽ പ്രാണൻ കുടികൊള്ളുന്ന, ആത്മാവ് കുടികൊള്ളുന്ന ഈ ദേഹത്തെ പരിരക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും പോഷിപ്പിക്കുവാനും ഒക്കെ നിലനിർത്തുവാനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ് അന്നമയ കോശം, അഥവാ ഭക്ഷണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത് പ്രാണമയ കോശം അഥവാ ഈ പ്രാണന്റെ ഈ ജീവന്റെ അഥവാ ഊർജത്തിന്റെ ആവരണം, അതാണ് പ്രാണമയ കോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. പ്രാണന്റെ അഥവാ ഊർജത്തിന്റെ ആവരണം. അവിടെയാണ് ശ്വാസം, രക്തചംക്രമണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ തുടങ്ങി ജീവനുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം. രണ്ടാമത്തെ ലെയറാണ് പ്രാണമയ കോശം. ഇനി മൂന്നാമത്തത്, 1 അന്നമയ കോശം, 2 പ്രാണമയ കോശം, 3 മനോമയ കോശം. മനസ്സിന്റെ ആവരണം, അതാണ് മൂന്നാമത്തെ ലെയർ എന്ന് പറയാം മനുഷ്യന്. എന്തൊക്കെയാ അവിടെ ഉണ്ടാകുന്നത്? അവിടെ എന്താണ് ആ ഭാഗം? ഏതാണ്? 1 അവന്റെ ചിന്തകൾ, അവന്റെ വൈകാരികമായ ഭാവങ്ങൾ അഥവാ വൈകാരികമായ തലങ്ങൾ, അവന്റെ ഇന്ദ്രിയ അനുഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ്, അഥവാ ഒരു ഭാഗമാണ് മനോമയ കോശം എന്ന് പറയുക. ഒന്നുകൂടെ ഞാൻ പറയുന്നു, മനസ്സിന്റെ ആവരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിന്തകൾ, വികാരങ്ങൾ, ഇന്ദ്രിയ അനുഭവങ്ങൾ, ഇവയൊക്കെ മനോമയ കോശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തത് വിജ്ഞാനമയ കോശം അഥവാ ബുദ്ധിയുടെയും വിവേകത്തിന്റെയും ആവരണം. ശരിയും തെറ്റും കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ശരീരത്തെയും അവന്റെ വികാരത്തെയും അവന്റെ ഇന്ദ്രിയ അനുഭവങ്ങളെയും ഒക്കെ നിലനിർത്താൻ കഴിയുന്ന ഒരു ഭാഗം, അതാണ് ഈ വിജ്ഞാനമയ കോശം എന്ന് പറയുക. ഇനി അടുത്തതാണ്
ആനന്ദമയ കോശം. ആനന്ദമയ കോശം അഥവാ ആത്മസുഖം നൽകുന്ന ആവരണം. മോക്ഷത്തോട്, ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഗമായിട്ടാണ് ഇതിനെ ചിന്തിക്കാൻ കഴിയുക. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഈ തൈത്തരീയ ഉപനിഷത്ത് അഥവാ ഹൈന്ദവ മതത്തിൽ ഈ മനുഷ്യ ശരീരം, ദേഹി എന്ന് പറയുന്നതിന്റെ 5 വിധമായ കോശങ്ങൾ, പഞ്ചകോശങ്ങൾ എന്ന് പറയുന്ന ഘടകം. അതുകൊണ്ടാണ് ഈ പഞ്ചകോശമയമായ ഈ ശരീരം അസ്തമിച്ചു കഴിയുമ്പോൾ വിരാടിൽ അഥവാ സൃഷ്ടാവിൽ വിലയം പ്രാപിക്കുകയും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അവശേഷിക്കുന്ന ആളുകളുടെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അതുപോലെ തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന ആ ഉപനയങ്ങളും അതുപോലെ മറ്റ് തീർത്ഥാടനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ആത്മാവ് മോക്ഷത്തിലേക്ക് ചെല്ലും എന്നുള്ളതാണ് ഇവരുടെ കൃത്യമായ വിശ്വാസവും പഠിപ്പിക്കലുകളും. ഇനി ശ്രദ്ധിക്കുക. അപ്പം ദേഹി എന്താണെന്ന് കൃത്യമായി ബീന ജോണെ അതൊന്ന് ഓഫ് ചെയ്യായോ, വയറ് ഫുള്ളായെങ്കിൽ. ഓക്കെ. നമ്മളെ ക്ലാസ് ആണേ, ശ്രദ്ധിക്കണേ. അപ്പം അവിടെ ഏതെങ്കിലും അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മാറി നിൽക്കാൻ പറയുക. നമുക്ക് ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിച്ചേന്ന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സർ, ആനന്ദമയ ഘോഷം ഒന്നും കൂടെ പറയാമോ? തീർച്ചയായിട്ടും പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ ഭൂരിപക്ഷ ആളുകളും ഇത് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഓഫ് ആക്കി വെക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഓണാക്കി വെക്കുകയായിരിക്കും നല്ലത് കേട്ടോ. കാരണം നിങ്ങളെയൊക്കെ ഒന്ന് കാണുകയും പരിചയപ്പെടുകയും, അല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സാറേ എന്നെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് പറഞ്ഞ് നിങ്ങൾ പറയാ മുഖം മൂടി ഇരിക്കുന്ന ആളാണോ എന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് മുഖമൊക്കെ വല്ലപ്പോഴും ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ വീഡിയോ തുറന്നു വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളും സംഭവിക്കാതിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. വളരെ കൃത്യമായി നമ്മൾ അറിയണം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് എഴുതിയെടുക്കണം. ഇതിന്റെ ഫുട് നോട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കണം എന്ന് കൂടി ഓർപ്പിക്കുന്നു. ഇനി ശ്രദ്ധിച്ചേ, ഞാൻ ഒന്നുകൂടെ പറയാം. ദേഹം എന്ന് പറയുന്നത് ശരീരം അല്ല, ബോഡിയല്ല. ശരീരം ദൈവം സന്നിവേശിപ്പിച്ച ആത്മാവുമല്ല, മറിച്ച് നമ്മുടെ ഭൗതിക തലങ്ങൾ, നമ്മുടെ യുക്തിപരമായ ചിന്തകൾ. നാം എന്ന പറഞ്ഞ വ്യക്തി നിയന്ത്രിക്കപ്പെടുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടും നമ്മുടെ ഭൗതികമായ തീരുമാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പം ദേഹി എന്ന് പറയുന്ന വ്യക്തിവിശേഷം അതൊരു വ്യക്തിയായി തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, അതൊരു വ്യക്തിയായി തന്നെ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമുള്ള ശരീരത്തിന് അഥവാ ശരീരത്തിന് അതുപോലെ തന്നെ നമ്മളിൽ കുടികൊള്ളുന്ന ആത്മാവിന് ദൈവം സന്നിവേശിപ്പിച്ച ആ പ്രാണന് എത്രത്തോളം മഹത്വം നൽകാമോ, എത്രത്തോളം പുകഴ്ചയും ഇകഴ്ചയും, ശ്രദ്ധിക്കണം, പുകഴ്ചയും ഇകഴ്ചയും എത്രത്തോളം നൽകാൻ കഴിയുന്നതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ഈ 5 വിധമായ കോശം അഥവാ ഈ 5 പഞ്ചകോശങ്ങൾ തൈത്തരീയം ഉപനിഷത്ത് എന്ന ഉപനിഷത്തിലാണ് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു. ഒന്ന് എന്താണ്? ഒന്ന് അന്നമയ കോശം അഥവാ ഭൗതികമായ ശരീരം, മനുഷ്യന്റെ ഭൗതികമായ ശരീരം. ഈ ശരീരത്തിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന അഥവാ സെലസ്റ്റലായ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നതും, നമ്മുടെ ഈ നേത്രങ്ങൾക്കപ്പുറമായി നമ്മുടെ മനോമുഖരങ്ങളാൽ നമുക്ക് നിശ്ചയിക്കപ്പെടാൻ, കാണാതെ തന്നെ നിശ്ചയിക്കപ്പെടാൻ കഴിയുന്നതുമായ ഒരുപാട് സംഗതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞിരിക്കുക. പ്രത്യക്ഷമായി നമ്മൾ പ്രദർശിപ്പിക്കുന്നതും ഒപ്പം തന്നെ നമ്മൾ ഭൗതികമായി തന്നെ നമുക്ക് വസ്ത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആടയാഭരണങ്ങൾ കൊണ്ടോ ഒക്കെ മറയ്ക്കപ്പെടേണ്ട ഭാവവും നമ്മളിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകൂടി ഞാൻ പറയുന്നു, മനുഷ്യൻ എന്ന് പറയുന്ന ഈ വ്യക്തിവിശേഷത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദേഹി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ആരാണെന്നും നമുക്ക് തിരിച്ചറിവ്, ബോധ്യം, അറിവ്, അവഗാഹം, പിന്നെ നമുക്ക് നന്മ, തിന്മ, നമുക്ക് നാണം, നമുക്ക് ലജ്ജ തുടങ്ങി എന്തെല്ലാം കാര്യം നമ്മൾക്ക് സ്വതസിദ്ധമായി നമ്മളിൽ
പ്രത്യക്ഷപ്പെടുകയോ പരോക്ഷമായി നമ്മളിൽ കുടികൊള്ളുകയോ ചെയ്യുന്നതൊക്കെ ദേഹിയുടെ ഒരു പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കണം. അതിലൊന്നാമത് അന്നമയ കോശം എന്ന് പറഞ്ഞാൽ അന്നജത്താൽ ഭക്ഷണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന നിലനിൽക്കുന്ന ഒരു ഭാഗം. രണ്ട്, പ്രാണമയ കോശം ഊർജത്തിന്റെ ആവരണം അഥവാ ശ്വാസം, രക്തചംക്രമണം തുടങ്ങി ജീവൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുക. അടുത്തത് മനോമയ കോശം, മനസ്സിന്റെ ആവരണം അഥവാ ചിന്തകൾ, വികാരങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അനുഭവങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ലെയർ. നാലാമത്തത് വിജ്ഞാനമയ കോശം അഥവാ ബുദ്ധിയുടെയും വിവേകത്തിന്റെയും ആവരണം. ഇവിടെയാണ് ശരിയും തെറ്റും ഏതാണെന്ന് തിരിച്ചറിയാൻ മനുഷ്യർ സഹായിക്കുന്ന ഘടകങ്ങൾ കുടികൊള്ളുന്നത്. അവസാനമായി ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ ആത്മസുഖത്തിന്റെ ആവരണം, മോക്ഷത്തോട് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗമായി സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടേണ്ട കോശമാണ് ഇതെന്നാണ് പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അസ്തമിക്കുമ്പോൾ, ഇല്ലാതെയാകുമ്പോൾ, അവൻ ജീവൻ വെടിയുമ്പോൾ, പ്രാണൻ വെടിയുമ്പോൾ, ഈ പഞ്ചഭൂതങ്ങൾക്ക് വിലയം പ്രാപിക്കുമ്പോൾ ഈ പഞ്ചകോശങ്ങളും ഒപ്പം അസ്തമിക്കുകയും അവസാനം അത് വിരാടിൽ അഥവാ സൃഷ്ടാവിൽ, ബ്രഹ്മാവിൽ, ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും. എന്നാൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അവശേഷിക്കുന്ന ആളുകൾ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉപനയങ്ങളും ഒക്കെ നടത്തി ഈ ആത്മാവിന് മോക്ഷമുണ്ടാകണം. ഇതാണ് പഠിപ്പിക്കുക. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് പൗലോസിന്റെ ആ ലേഖനങ്ങളിലേക്ക് വരാം. ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ദേഹി എന്താണ് എന്ന്. ഇനി ശ്രദ്ധിക്കുക, ദേഹി എന്ന വാക്കിന് സൈക്കേ എന്ന പദം ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞു. ഇത് 13 പ്രാവശ്യം പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ആത്മാവും ഈ ദേഹിയും തമ്മിൽ അന്യോന്യം പൊരുത്തപ്പെട്ട് ചില ഭാഗങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഗ്രീക്ക് ചിന്തയിൽ ദേഹി എന്നതിന് മനുഷ്യന്റെ ജീവസത്ത അഥവാ എസൻസ് എന്താണ് പഠിപ്പിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞു, പൊതു പഠിപ്പിക്കുക, വിശേഷിച്ച് ബൈബിൾ പോലുള്ള യഹെസ്കേൽ പ്രവചനം നമ്മൾ വായിച്ചില്ല ആ വാക്യം. അപ്പം അവിടെ എല്ലാം പഠിപ്പിക്കുന്നതും ദേഹിക്ക് മർത്യമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരുവന്റെ മരണത്തോടു കൂടി ആത്മാവ് ഒഴികെ ശരീരവും ദേഹിയും എന്ത് ചെയ്യും? നഷ്ടപ്പെട്ട് അഥവാ ഈ ഭൂമിയിൽ അസ്തമിക്കും എന്നുള്ളതാണ് പഠിപ്പിക്കുക. പക്ഷെ ഗ്രീക്ക് ചിന്തയിൽ ദേഹി ഒരു മനുഷ്യന്റെ സത്തയായതുകൊണ്ട് ദേഹം നശിച്ചാലും ദേഹി നശിക്കുന്നില്ല എന്നാണ് ഗ്രീക്ക് ചിന്ത. അപ്പൊ അതുകൊണ്ട് തന്നെ പൗലോസിനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ കാലത്ത് തന്നെ തന്റെ ആ ജീവിതകാലത്ത് തന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ചിന്ത അതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത് കൃത്യമായിട്ട് താൻ ലേഖനങ്ങളിലെല്ലാം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അതൊരു തന്നെ സ്വാധീനിച്ചൊരു ഘടകമായിരുന്നു. ഇനി ശ്രദ്ധിച്ചേ, എബ്രായ ഭാഷയിൽ നെഫേഷ് എന്ന പദമാണ്. ഞാൻ ഈ പറയുന്ന പദങ്ങൾക്ക് എഴുതിയെടുക്കണം. നെഫേഷ് എന്ന പദം, നെഫേഷ്, ഇത് മുഴു ആളത്വത്തെ കുറിക്കാനാണ്. മുഴു ആളത്വം. നമുക്കറിയാം, നാം ഉൽപ്പത്തി പുസ്തകം സൃഷ്ടി സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ പഠിക്കുമ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു, വ്യക്തിയായി തീർന്നു, ആളത്വമായി തീർന്നു, സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു എന്ന അർത്ഥത്തിലാണ് ദേഹി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി 2:7 പൗലോസിന്റെ ഈ പദപ്രയോഗങ്ങൾ കൃത്യമായി എബ്രായ ചിന്തയോട് ഏകദേശം തുല്യമായിട്ടാണ് താൻ അത് ഉപയോഗിക്കാൻ ഇടയായിത്തീർന്നത്. റോമാലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം 13:1 നോട്ട് തരുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാ വാക്യം എടുത്ത് വായിക്കണ്ട. ഈ വാക്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. റോമർ 2:9, 13:1. ഇവിടെ ദേഹി എന്നതിന് ജീവൻ അഥവാ പ്രാണൻ എന്നാണ് ഉപയോഗിച്ചത്. പ്രാണൻ, ജീവൻ അഥവാ പ്രാണൻ. അപ്പം നമ്മൾ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് പഠിക്കുന്നതിന് കാരണം, നമ്മൾ വായിച്ചു വരുമ്പോൾ പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ, നമുക്കൊരു ആശയ പിശകുണ്ടാകാൻ സാധ്യത. അതാണോ ഇത്, ഇതാണോ ഇത്, ഇങ്ങനെ എങ്ങനെയാ പറയാൻ സാധിക്കുന്നതെന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൗലോസിന്റെ ലേഖനങ്ങളിൽ ആ കാലത്തുണ്ടായിരുന്ന പല ചിന്തകളുടെയും സ്വാധീനം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ലേഖനങ്ങളിൽ അത് നിഴലിച്ചിട്ടുണ്ട് എന്ന് കൂടി തിരിച്ചറിയണം. ഇവിടെ റോമാലേഖനം 2:9, 13:1 താൻ ഉപയോഗിച്ചത് ജീവനെ പ്രാണൻ എന്ന നിലയിലാണ്. ഇനി ശ്രദ്ധിച്ചേ,
റോമാലേഖനം 16-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ എന്റെ പ്രാണനു വേണ്ടി എന്ന് പറഞ്ഞാൽ എന്റെ ജീവന് വേണ്ടി, ഞാൻ എന്ന വ്യക്തിക്ക് വേണ്ടി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 1 കോരിന്ത്യർ 15:45, അത് വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. 1 കോരിന്ത്യർ 15:45, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ശ്രദ്ധിച്ച വാക്യം 1 കോരിന്ത്യർ 15:45. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നുള്ളതാണ്. ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന വാക്ക് തന്നെ സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ്. ആദാമിന്റെ സൃഷ്ടി സംബന്ധിച്ച്, ദൈവത്തിന്റെ സൃഷ്ടി സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിൽ ആദാം എന്ന് പറയുന്നത് ഈ ശരീരവും ആത്മാവും കൂടികൊള്ളുന്നതോടൊപ്പം തന്നെ അവനിൽ പ്രാണൻ ചെല്ലുമ്പോൾ തന്നെ ഒരു ദേഹിയായി, ഒരു വ്യക്തിയായി എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്ന, സ്ത്രീയെ സ്ത്രീയായിട്ട് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന, മൃഗങ്ങളെ മൃഗങ്ങളായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന, ഫ്രീവില്ലുള്ള, തന്റെ സ്വതസിദ്ധമായ ബുദ്ധി ഉപയോഗിച്ച് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്ന, വൈകാരികമായി ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന മനുഷ്യനായിട്ടാണ് നമുക്ക് ഈ ആദാമിനെ കാണാൻ കഴിയുന്നത്. നാം വായിക്കുന്ന നാണം തോന്നുക, അല്ലെ? ദൈവം വരുമ്പോൾ ഒളിച്ചിരിക്കുക. പാപത്തിന് ശേഷമാണെങ്കിൽ പോലും, പാപം ചെയ്ത ശേഷമാണെങ്കിൽ പോലും മനുഷ്യന്റെ ആ വൈകാരികമായ തിരിച്ചറിവ്, അവൻ നഗ്നനാ, നേരത്തെ ദൈവത്തിന് ദയസായിരുന്നു, അതുകൊണ്ട് നഗ്നത തോന്നിയില്ല. പക്ഷെ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് നാണം തോന്നുന്നു, അവൻ തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധം തോന്നുന്നു. ദൈവത്തിന്റെ കാഴ്ച കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, അറിയുമ്പോൾ, തോട്ടത്തിൽ അറിയുമ്പോൾ അവൻ എന്ത് ചെയ്തു? ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നു. തുടങ്ങി കുറ്റബോധങ്ങൾ, അതുപോലെ തന്നെ തിരിച്ചറിവുകൾ, നാണം, ലജ്ജ, അതുപോലെ തന്നെ നന്മയും തിന്മയും ഏതാണെന്നുള്ള അറിവ്, പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തെറ്റ് ചെയ്ത് ആദാം താൻ തെറ്റിനെ കുറിച്ച് ദൈവം ചോദിക്കുമ്പോൾ അവൻ പറയുന്ന വിശദീകരണങ്ങൾ, നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ എന്ത് ചെയ്തു? എനിക്ക് തന്നു, ഞാൻ ഭക്ഷിച്ചു. ശ്രദ്ധിക്കണം, സ്വയം നീതീകരണം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ കുടികൊള്ളുന്നു, അതെല്ലാം ദേഹിയുടെ പ്രതിപ്രവർത്തനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായോ? ഇനി ശ്രദ്ധിച്ചേ. അപ്പം 1 തെസ്സലോനി 2:8 വായിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാണനും കൂടെ, ഞങ്ങളുടെ പ്രാണനും കൂടെ, 1 തെസ്സലോനി 2:8. 2 കോരിന്ത്യർ 12:15 അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ജീവനും, നിങ്ങളുടെ ജീവന് വേണ്ടി. അപ്പം ചുരുക്കി പറഞ്ഞാൽ ദേഹി എന്ന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് ജീവൻ, പ്രാണൻ, മുഴു ആളത്വം എന്നീ അർത്ഥത്തിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ഈ ദേഹിയെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ പൗലോസ് തന്റെ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ആത്മാവ്, സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പുതിയ നിയമത്തിൽ ആത്മാവിന് ന്യൂമ എന്ന വാക്കാണ്. ന്യൂമ സ്പെല്ലിംഗ് നിങ്ങൾ എഴുതിക്കൂ, PNEUMA, ന്യൂമ. ന്യൂമ എന്ന് വായിക്കരുത്, ന്യൂമ. PNEUMA, ന്യൂമ. ന്യൂമ. ഈ പദം മനുഷ്യാത്മാവിനെയും പരിശുദ്ധാത്മാവിനെയും കുറിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയുന്നു, പുതിയ നിയമത്തിൽ ആത്മാവിന് ന്യൂമ എന്ന പദം മനുഷ്യാത്മാവിനെയും പരിശുദ്ധാത്മാവിനെയും കുറിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഒരുപാട് വാക്യമുണ്ട്, അതുകൊണ്ട് വാക്യം മാത്രം പറയാം, ബാക്കി നോട്ട് നിങ്ങൾക്ക് ലഭിക്കും. ചിലയിടങ്ങളിൽ ഇവ രണ്ടും തിരിച്ചറിയാൻ പോലും പ്രയാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 കോരിന്ത്യർ 4:21, 1 കോരിന്ത്യർ 4:21, 14:15, 1 കോരിന്ത്യർ 4:21, 14:15, 32, 2 കോരിന്ത്യർ 4:13, 2 കോരിന്ത്യർ 4:13, ഗലാത്യ ലേഖനം 6:1, ഗലാത്യ ലേഖനം 6:1, ഫിലിപ്പ്യ ലേഖനം 1:27. ഇത്രയും വാക്യങ്ങളിൽ മനുഷ്യാത്മാവും ദൈവാത്മാവും എന്ന അർത്ഥത്തിൽ ഒരുപോലെയാണ് ഈ വാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപോലെ. എന്നാൽ
അധികവും പുതിയ നിയമത്തിൽ ന്യൂമ എന്ന പദം മനുഷ്യാത്മാവിനപ്പുറമായി ദൈവാത്മാവിനെ സൂചിപ്പിക്കാനാണ് കൂടുതൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, പുതിയ നിയമത്തിൽ ന്യൂമ എന്ന പദം പലയിടങ്ങളിൽ ഒരുപോലെ സമാന്തരമായി കാണാൻ കഴിയുമെങ്കിൽ പോലും ദൈവാത്മാവ് എന്ന അർത്ഥത്തിൽ അറിയാൻ വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം എന്നാൽ 19-ലധികം പ്രാവശ്യം ഈ ന്യൂമ മനുഷ്യാത്മാവ് എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും. അതുകൊണ്ട് ഒത്തിരി വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്നാൽ ഒരു വാക്യം നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. റോമാലേഖനം 1:9 ഒന്ന് വായിച്ചു ദയവായി ആരെങ്കിലും ഒരാൾ. റോമാലേഖനം 1:9. റോമാലേഖനം 1:9. 1:9 ആ, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിനെ അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എന്ന് സാക്ഷി, എനിക്ക് സാക്ഷി. ഇതുപോലെ 19-ലധികം പ്രാവശ്യം മനുഷ്യാത്മാവ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായും പരോക്ഷമായും എന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ പ്രത്യക്ഷമായി നിങ്ങളുടെ ഈ സഭയുടെ സ്ഥാപകൻ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ജനിപ്പിച്ച വിശ്വാസികളെ നിങ്ങളെ വന്ന് കാണാനും നിങ്ങളുമായി കൂട്ടായ്മ ആചരിക്കാനും നിങ്ങളോടൊപ്പം സഹവസിക്കുവാനും നിങ്ങളുടെ ഇടയിൽ ഉയർന്നു വരുന്ന ദുരുപദേശങ്ങളെ ചെറുക്കാനും നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും നിങ്ങൾ ദൈവത്തിൽ വളരുവാനും ഒക്കെ എന്റെ സാന്നിധ്യം പ്രത്യക്ഷമായി തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് ഓർക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലും, ചുരുക്കം പറഞ്ഞാൽ ഓർമ്മ എന്ന നിലയിലും പ്രത്യക്ഷമായ സാന്നിധ്യം എന്ന നിലയിലും ഒക്കെ പൗലോസ് ഈ എന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ന്യൂമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പൗലോസിന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല. ഒന്നുകൂടി ഞാൻ പറയാം. പൗലോസിന്റെ വീക്ഷണഗതിയിൽ തന്റെ ലേഖനങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോൾ ആത്മാവ് ന്യൂമ എന്ന് പറയുന്നത് തന്റെ ശരീരത്തിന്റെയോ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ടല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തെ മൊത്തത്തിലാണ് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് താൻ ഈ പദം ഉപയോഗിച്ചത്. 1 കൊരിന്ത്യർ 5:5 ആത്മാവ് കർത്താവായ യേശുവിനെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്, ഒന്നുകൂടി വായിക്കുന്നു, ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് എന്ന പ്രയോഗം പൂർണ്ണ രൂപമായി അഥവാ പൂർണ്ണ രൂപാന്തരത്തെയാണ് കാണിക്കുക. അപ്പം ചുരുക്കത്തിൽ ഇവിടെ മനുഷ്യാത്മാവ് ദൈവാത്മാവ് മനുഷ്യാത്മാവിൽ പ്രവർത്തിക്കുന്ന വിധം എന്താണെന്ന് തിരിച്ചറിയാനുള്ള വിശദീകരണങ്ങളാണ് ആത്മാവ് എന്ന അർത്ഥത്തിൽ പൗലോസ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചേ. രക്ഷ എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധമെന്ന് പറയുന്നത്, ക്രിസ്തുവുമായുള്ള ബന്ധമെന്ന് പറയുന്നത്, ക്രൈസ്തവ മൂല്യങ്ങളുമായുള്ള ബന്ധമെന്ന് പറയുന്നത്, ഉപദേശങ്ങളുമായുള്ള ബന്ധമെന്ന് പറയുന്നത്, വേദപുസ്തക ഉപദേശ പ്രമാണങ്ങളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് കേവലം അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്ന ശരീരത്തിന്റെ, ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട ആളുകളാണല്ലോ, നമ്മളെല്ലാം കൂട്ടായ്മ ആചരിക്കുന്ന ആളുകളാണ്, നമ്മളെല്ലാം ശുദ്ധജീവൻ നയിക്കുന്ന ആളുകളാണ്, നമ്മൾ അപ്പം നുറുക്കിൽ പങ്കെടുക്കുന്ന ആളുകളാണ്, ആ കൂട്ടായ്മയിൽ ഭാഗമാകുന്ന ആളുകളാണ്. ഉപദേശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും നമ്മളാൽ സംരക്ഷിക്കപ്പെടുകയും നമ്മളത് കൃത്യമായി പാലിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ഉപദേശം അഥവാ വേദപുസ്തക ഉപദേശപ്രകാരം ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഓക്കെ, അങ്ങനെ ധരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാ പ്രത്യക്ഷമായി മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുക? ഈ തത്വങ്ങൾ നമ്മളെല്ലാം വിശ്വസിക്കുന്ന തത്വമല്ലേ, ഒരു ചിന്തയല്ലേ, ഒരു ആശയമല്ലേ, ഒരു ശരിയല്ലേ, ഒരു യാഥാർത്ഥ്യമല്ലേ നമ്മൾ വിശ്വസിക്കുകയും ആ യാഥാർത്ഥ്യത്തിന് വേണ്ടിയല്ലേ നമ്മളാക്കി നിൽക്കുന്നത്? ശരിയല്ലേ? പ്രത്യക്ഷമായി അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. ഇന്ന് പല യാഥാർത്ഥ്യങ്ങളും കാലാകാലങ്ങളായി പൈതൃകമായി പാരമ്പര്യമായി ശരിയെന്ന് വിശ്വസിച്ച
പല കാര്യങ്ങളും ശരിയാണെന്ന് അറിയാമെങ്കിൽ പോലും പരസ്യമായി അംഗീകരിക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വത്തിക്കാൻ നിന്നും ലിയോ 14 പോപ്പിന്റെ അവരിക്കുണ്ടായ നിങ്ങളെല്ലാം ഒരുപക്ഷെ സോഷ്യൽ മീഡിയ വഴി വായിക്കുകയും മറ്റ് മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. രക്ഷണ്യ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയായിട്ട് നീ മറിയത്തെ കാണണ്ട. മനസ്സിലായോ? ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയായി മാത്രം. ലോകത്തിന്റെ ഏക രക്ഷകൻ എന്ന് പറയുന്ന ബൈബിൾ പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായി അവരുടെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇനി ആരും രക്ഷകയായി മറിയത്തോട് പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് എന്ത് ചെയ്യാം, പരസ്യമായി പറയേണ്ട ഒരവസ്ഥയിലേക്ക് ആ സത്യം തുറന്നവർ സംഭവിച്ചു. ഇത് ശ്രദ്ധിച്ചേ, നമ്മളെല്ലാം ഒരു സത്യം വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മളെല്ലാം ഒരു ശരിയെ അംഗീകരിക്കുന്ന ആളുകളാണ്. ഒരു യാഥാർത്ഥ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ജീവൻ പോയാലും നമ്മൾ ഒരു പ്രമാണത്തിന് വേണ്ടി മാത്രമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശരികളെ, ഈ യാഥാർത്ഥ്യങ്ങളെ, ഈ തത്വങ്ങളെ, ഈ ഉപദേശങ്ങളെ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുകയും പ്രാവർത്തികമാകുകയും ചെയ്യുന്നത്? സ്വന്തം ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ. എങ്ങനെ? ഒരുപക്ഷെ അത് ശരീരത്തിന്റെ പ്രതിപ്രവർത്തനം വഴിയാകാം. ഒന്നുകൂടി ഞാൻ പറയുന്നു, അത് ശരീരത്തിന്റെ പ്രതിപ്രവർത്തനങ്ങൾ വഴിയാകാം. അത് നമ്മുടെ ദേഹിയുടെ പ്രവർത്തനം വഴിയാകാം. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ വൈകാരികമായ ഇടപെടലിലൂടെയും നമ്മൾ തിരിച്ചറിയപ്പെടുന്ന, നമുക്ക് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകുന്ന ദേഹിയുടെ പ്രതിപ്രവർത്തനങ്ങൾ വഴിയും വ്യത്യസ്തമായ നിലയിൽ യുക്തിപരമായും ബുദ്ധിപരമായും ഒക്കെ നമ്മൾ ഒരു ശരിയെ അംഗീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത്, അത് ശരിയാണെന്ന് അംഗീകരിക്കുന്നത് ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനത്തിൽ. മനസ്സിലായോ? ആത്മാവിന്റെ ഒരു ഗൈഡൻസ്. ദൈവത്തിലേക്ക് ഒരു വ്യക്തിയെ ആനയിക്കുകയും അവനെ ആകർഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ സമ്പൂർണമായി അടക്കി ഭരിക്കാൻ കഴിയുന്ന ആളത്വ വിശേഷമായിട്ടാണ് പൗലോസ് ഈ ലേഖനങ്ങളിലൂടെ ആത്മാവിനെ പരിചയപ്പെടുത്തുന്നത്. നമ്മളെല്ലാം വിശ്വാസം എന്ന് പറയുന്ന ഉയർത്തിപ്പിടിക്കുന്ന കാര്യം, നമ്മളെല്ലാം വിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ തത്വത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരു ശരിയിൽ ജീവിക്കുന്ന ആളുകളാണ്. എങ്ങനെ? നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ദേഹി കൊണ്ടും നമ്മുടെ ആത്മാവിനാൽ ആകർഷിക്കപ്പെട്ടും ജീവിക്കുന്ന സമ്പൂർണ്ണ ദൈവാധിപത്യമുള്ള ഒരു ആണത്വ വിശേഷമാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകൂടി ഞാൻ പറയുന്നു, മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിനെ കുറിച്ച് പറഞ്ഞ് മാത്രം ഒന്നുകൂടി പറയണം മാസ്റ്റർ. വീഡിയോ ഒന്ന് ഓണാക്കി. ആരാത്? ഓക്കെ ശരി 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 ശരി, ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ സ്വന്തം. ഓക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഓക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഓണാക്കണേ. ഒന്ന് ഓണാക്കിയിട്ട് ഞങ്ങളൊക്കെ ഒന്ന് നോക്കി സൂത്രമൊക്കെ പറയണം. അല്ലെങ്കിൽ വല്ലപ്പോഴും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴേ ഞങ്ങളെ കൂടെ വിളിക്കും. ഞങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഓക്കെ ശരി, ഏതാ പറയേണ്ടത്? ശരി. ഓക്കെ, ഞാൻ വിശദീകരിച്ചത് നമ്മളെന്ന സമ്പൂർണ്ണ ആണത്വത്തെ പരിചയപ്പെടുത്താനാണ്. ഇവിടെ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യനെ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യൻ, ഇതാണ് പൗലോസിന്റെ അവകാശവാദം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുക. ഞാൻ വിശദീകരിച്ച് ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തി വിശ്വാസത്തിൽ, അഥവാ നമ്മളൊക്കെ വിശ്വാസത്തിൽ ആണെന്നും വിശ്വാസ സംരക്ഷകരാണെന്നും നമ്മളൊക്കെ പ്രത്യക്ഷമായി ഒരു കർമ്മങ്ങളോ ആചാരങ്ങളോ ചെയ്യാതെ തന്നെ നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് ഈ മുഴു ആളത്വത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഒന്ന്, നമ്മൾ അംഗീകരിച്ച ഒരു സത്യം അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുക, ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുകയും ശരി ഏതാണെന്നും തെറ്റായതാണെന്നും ഉള്ള കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരിയെ തിരഞ്ഞെടുക്കാനിടയായി തീർന്നു തന്നെ ദേഹിയുടെ സമ്പൂർണമായ പ്രവർത്തന ഫലമാണ്. ഓക്കെ ശരി, ഇനി ശ്രദ്ധിച്ചേ, അതിന്റെ അതിന്റെ പ്രായോഗികമായ വശം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ തെറ്റിനോട് മൊഴി ചൊല്ലുക, വിട പറയുക, അത് നമ്മൾ നടത്തിയത് പല തെറ്റിനോട് നമ്മൾ പ്രായോഗികമായി തന്നെ നോ എന്ന് പറയാൻ ആർജവം കാണിച്ചത്
നമ്മൾ ഒന്നുകൂടി ലളിതമായിട്ട് തന്റെ ഇടം കാണിച്ചത് വേണ്ട എന്ന് നമ്മൾ പറയാൻ തയ്യാറായത്, അത് ലോകത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ദേഹം, ദേഹി, ആത്മാവ് കുടികൊള്ളുന്ന സമ്പൂർണ്ണ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് ദൈവോന്മുഖമാക്കി തീർക്കുക, ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചത് എന്തുവാ? ദൈവം നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമേ ഉള്ളൂ. ഒരു വ്യക്തിയിൽ ദൈവം സന്നിവേശിപ്പിച്ച ആത്മാവ്, ദൈവത്താൽ നിറയപ്പെട്ട ആത്മാവ് കുടികൊള്ളുമ്പോൾ തന്നെ അതിന്റെ പ്രത്യക്ഷീകരണം, പ്രത്യക്ഷമായ പ്രതിപ്രവർത്തനം ദേഹത്തിലൂടെ വരേണ്ടത് ദേഹിയുടെയും ഒപ്പം തന്നെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആത്മാവിന്റെയും കൂടി പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് വാസ്തവത്തിൽ നമ്മളിവിടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അതാണ് പൗലൂസ് പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചേ, ഈ ആരാധനയെ സംബന്ധിച്ച് പൗലൂസിന്റെ വാദങ്ങൾ അവിടെ ആത്മാവിൽ, ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എന്ന് റോമാലേഖനം 1:10 പറയുന്നു. ഒപ്പം തന്നെ 1 കൊരിന്ത്യർ 6:17 കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ഇവിടെയെല്ലാം ന്യൂമ എന്ന പദമാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ദേഹി എന്ന മനുഷ്യന്റെ ജീവസത്തയിൽ, എസൻസിൽ അതിനെ കുറിക്കാൻ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആത്മാവും മനുഷ്യാത്മാവും ദൈവാത്മാവും തമ്മിലുള്ള ബന്ധത്തെ വെളിവാക്കാനാണ് ഈ പ്രത്യേക കാര്യങ്ങൾ ഇവിടെ പൗലോസ് ഓർപ്പിക്കാൻ ഇടയായിത്തീരുന്നത്. ഇനി 1 കൊരിന്ത്യർ 2:14 അവിടെ നമ്മൾ വായിക്കുന്ന പ്രാകൃത മനുഷ്യൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യനെ പ്രാകൃത മനുഷ്യനെന്നും പിന്നെ ആത്മീയ മനുഷ്യനെന്നും നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ വിശദമാക്കുന്നുണ്ട്. എന്താ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? സ്വാഭാവികതയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിഷേധക്കുറിപ്പുമായി എപ്പോഴും നിൽക്കുന്നവൻ, വഴങ്ങാത്തവൻ. ലളിതമായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത്, പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേഷഭൂഷാദിയല്ല അതിന്റെ അർത്ഥം. പ്രാകൃതം എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ നാട്ടിലൂടെ അലിഞ്ഞു തിരിയുന്ന മാനസിക വിഭ്രാന്തിയുള്ള അതല്ല, അത് തന്നെയാണ് വാസ്തവത്തിൽ അതിന്റെ മനസ്സിന്റെ ചിന്തയ്ക്ക് ഉണ്ടാകുന്ന ഒരു വിഭ്രമം. അതാണ് ശരിക്കും പ്രാകൃതം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ പല ശരികളെയും ശരിയല്ല എന്ന് സ്വയം അവനങ്ങ് നിശ്ചയിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു വ്യക്തിക്ക് ചില തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ. ഒന്ന്. 2, ഒരു വ്യക്തിക്ക് തോന്നുക ഇത് ശരിയല്ല എന്ന് തോന്നാൻ അവൻ യുക്തിപരമായ കണ്ടുപിടുത്തങ്ങൾ, ബുദ്ധിപരമായ കണ്ടുപിടുത്തങ്ങൾ, അവന്റെ മനോനിലയിൽ അവരുണ്ടാക്കിയെടുത്ത നിർണയങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവനങ്ങ് തീരുമാനിക്കുകയാണ് ഇത് ശരിയല്ല എന്ന്. ഇതിന് ഒരുപക്ഷെ ഉപോത്ബലകമായി മുൻകാലങ്ങളിൽ അവൻ അറിഞ്ഞതും പരിചയപ്പെട്ടതും വായിച്ചതോ എവിടുന്നൊക്കെ ശേഖരിച്ച കുറെ അറിവുണ്ടാവും. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു വ്യക്തിയിൽ നിഷേധങ്ങളുമായിട്ട് മനുഷ്യൻ എപ്പോഴും സജീവമായി സത്യത്തെ എതിർക്കാൻ അവൻ തയ്യാറാകുന്നതിന്റെ അടിസ്ഥാനം 2 കാര്യം. 1, അവൻ സ്വയം തെറ്റുകാരനാണെന്ന് സമ്മതിക്കുക, അവൻ പരാജയപ്പെട്ടു പോയ വ്യക്തിയാണെന്ന് സമ്മതിക്കാനുള്ള വൈമനസ്യം. എനിക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമാകുന്നത് ഞാൻ ബലഹീനനാണെന്ന് സ്വയം എനിക്ക് തോന്നുമ്പോഴാണ്. അത് ചിന്താപരമായാകാം, ആശയപരമാകാം, ശാരീരികപരമാകാം, ആരാധന സംബന്ധിച്ചാകാം, എന്ത് സംബന്ധിച്ചുമായിക്കൊള്ളട്ടെ, നമ്മൾ വൈകല്യമുള്ള ആളുകളാണ് എന്ന ഒരു തോന്നൽ, യഥാർത്ഥത്തിൽ ഒരു തോന്നലല്ല, ശരിയായ അറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ മറ്റൊരു ഇടം തേടി പോകുന്നത്, ഒരു സഹായം തേടുന്നത്. 1. 2, തങ്ങൾക്ക് ലഭിച്ച അറിവ്, നമുക്കുണ്ടായ അറിവ്, ഒരു പക്ഷേ ഏത് തരത്തിലും അറിവുണ്ടാകാം, വായനയിലൂടെയാകാം, കേൾവിയിലൂടെയാകാം, അനുഭവത്തിലൂടെയാകാം, എന്ത് തരത്തിലുമാകാം. ആ തരത്തിലുള്ള അറിവ് അവൻ എന്ത് ചെയ്യാം? ഒന്നുകൂടി അവൻ്റെതായിരിക്കുന്ന ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രകടന പത്രിക, അവന്റെ ജീവിത ശൈലിക്ക്, ചര്യയ്ക്കും ആപ്റ്റായിട്ടുള്ള ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുത്ത് ഇതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് അവനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് അവൻ എന്തെന്നറിയാമോ? പല സത്യങ്ങളെയും അംഗീകരിക്കാൻ വൈമനസ്സുണ്ടായി.
ഞാൻ ഒന്നുകൂടി പറയാം. മനസ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അടുത്തത് മനസ്സെന്നുള്ളതാണ്. അവിടേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നമുക്ക് അവിടേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിച്ചേ, ഈ മനസ്സ് പലപ്പോഴും നമ്മളെ വഞ്ചിക്കും. മനസ്സ് പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യും? മനസ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും. എന്നാൽ ഞാൻ ആമുഖമായിട്ട് പറയാം, ഈ മനസ്സ് പലപ്പോഴും നമ്മളെ ചതിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ, നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ അറിവ് ആരെങ്കിലുമൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ അംഗീകാരം വലിയ അവാർഡായിട്ട് വലിയൊരു വലുപ്പത്തിൽ നമ്മൾ കാണുമ്പോൾ പലതും സ്വീകരിക്കാനുള്ള വൈമനസ് നമുക്ക് പ്രായേണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾക്ക് ലഭിച്ച ഒരു അറിവ്, ആ അറിവ് നമ്മൾ പങ്കുവെക്കുകയും അതൊരു പരിഹാരമായി തീരുകയും ചെയ്യുക. ഒന്നുകൂടി ഞാൻ പറയാം. നമുക്ക് ലഭിച്ച അറിവ് നമ്മൾ പങ്കുവെക്കുകയും പങ്കുവെക്കുന്നതിലൂടെ ഒരു പരിഹാരമായി എവിടെയെങ്കിലും തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് പല സത്യങ്ങളും സ്വീകരിക്കാൻ പിന്നെ നമ്മളെ മടിയുള്ളവരാക്കി തീർക്കുന്നത്. പല നിഷേധങ്ങളും നമ്മൾ ഉണ്ടാകുന്നത് നമ്മൾ ശരിയാണെന്ന് നാം നമ്മെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയും നിങ്ങൾ ശരിയാണെന്ന് മറ്റുള്ളവർ നമുക്ക് നൽകിയിരിക്കുന്ന അംഗീകാരം കൂടിയാണ് വാസ്തവത്തിൽ പലതും സ്വീകരിക്കാൻ നമുക്ക് വൈമനസ്യം ഉണ്ടാകുന്നത്. പ്രാകൃതം എന്നതിന് ഒരു സ്വാഭാവിക മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ എന്ന് സ്വാഭാവിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അതിനെ കാണും. എന്നാൽ എപ്പോൾ നമ്മൾ ഒരു വിധേയത്വത്തിലേക്ക് മാറുമ്പോൾ, കീഴ്വഴക്കത്തിലേക്ക് മാറുമ്പോൾ, പലതും സ്വീകരിക്കാനുള്ള ഒരു ത്വര നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശരിയല്ല, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ ഇതല്ല എന്നൊക്കെ നമ്മൾ സ്വയമായിട്ട് തോന്നുമ്പോൾ നമ്മൾ പലതും കീഴടക്കിയിട്ട് പുതിയത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ്. വാസ്തവത്തിൽ ഒരുവനിൽ ദൈവാത്മാവാൽ ആകർഷിക്കപ്പെടുക, ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ ലളിതമായ വിശദീകരണങ്ങൾ എല്ലാം സമ്മതിക്കാൻ, കീഴ്വഴങ്ങാൻ, കീഴടങ്ങാൻ, എല്ലാം സ്വീകരിക്കാൻ സ്വമനസാലെ വിധേയപ്പെടുത്തുന്നവനാണ് വാസ്തവത്തിൽ ആത്മീയ മനുഷ്യൻ എന്ന് പറയുക. ഇനി ആത്മീയ ദൈവോന്മുഖമായ അന്വേഷണം അതാണ് ആത്മീയന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത് ഈ പൗലോസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് മനസ്സ് അഥവാ ബുദ്ധി എന്ന് പറയുന്നത്. മനസ്സെന്ന പദം ഗ്രീക്കിൽ ന്യൂസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ന്യൂസ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏകദേശം 21 പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. 21 പ്രാവശ്യം. റോമാലേഖനത്തിൽ ഏകദേശം 6 പ്രാവശ്യം, 1 കൊരിന്ത്യയിൽ 7 പ്രാവശ്യം, ബാക്കി മറ്റു ലേഖനങ്ങളിലും. പൗലോസിന്റെ ലേഖനം ഒഴിച്ചാൽ പുതിയ നിയമത്തിന് കേവലം 3 പ്രാവശ്യം മാത്രമേ ഈ പദം ഉപയോഗിക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചേ, ഈ എബ്രായിസിന്റെ അനുസരിച്ച് മനസ്സ് എന്ന ആശയം അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സെപ്റ്റുവജിന്റ് പോലുള്ള ഭാഷാന്തരങ്ങളിൽ, ഇതിന്റെ ഗ്രീക്ക് ഭാഷാന്തരങ്ങളിൽ ന്യൂസ് എന്ന പദം അത്ര സുലഭമല്ലാതിരുന്നത്. എന്നാൽ ഗ്രീക്ക് ചിന്തയിൽ ന്യൂസ് എന്ന പദം മനുഷ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, പുരാതന ഗ്രീക്ക് ചിന്തകന്മാരെല്ലാം ഭൗതികമായി, ബുദ്ധിപരമായി, യുക്തിപരമായി ഒരുപാട് ഔന്നത്യമുള്ള ആളുകൾ, ഉന്നതി പ്രാപിച്ച ആളുകളായിരുന്നു. അവരുടെ ചിന്തകൾക്ക് അത്രത്തോളം വലുപ്പവും കനവും ഉണ്ടായിരുന്നു. അവരുടെ ആശയങ്ങൾക്ക് അത്രത്തോളം തൂക്കം ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ലോകത്തെ പോലും കീഴ്മേൽ മറിക്കത്തക്ക നിലയിൽ ഭൗതികമായ ചിന്തകൾ കൊണ്ട് ലോകത്തെ ഭരിച്ച ആളുകളാണ് ഗ്രീക്ക് യവനായ തത്വചിന്തകന്മാർ എന്ന് പറയുക. അവര് വാസ്തവത്തിൽ ന്യൂസ് എന്ന് പറയാം, മനസ്സെന്ന് പറയുന്നത്, ബുദ്ധി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വാധീനം അഥവാ ഈ ചിന്തകൾ പൗലൂസിൽ നന്നായി സ്വാധീനിച്ചതായിട്ട് കാണാൻ കഴിയും. ഇനി ശ്രദ്ധിച്ചേ, റോമാലേഖനം 1:20 നാം വായിക്കുന്നത്, അവന്റെ ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളായി ബുദ്ധിക്ക് അഥവാ ന്യൂസ് തെളിവായി വെളിപ്പെട്ടു വരുന്നു.
ബുദ്ധി എന്ന വാക്ക് അഥവാ എന്താ ബുദ്ധി എന്ന് പറഞ്ഞാൽ? എന്താ ബുദ്ധി? മനസ്സിന്റെ പല കഴിവുകളെയാണ് വാസ്തവത്തിൽ ബുദ്ധി എന്ന് പറയുന്നത്. ഒന്ന്, മൂർത്തമായ ഒന്ന് എന്നതിനേക്കാൾ അമൂർത്തമായ ചില കോൺസെപ്റ്റുകൾ മനഃശാസ്ത്രപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളിൽ രൂപപ്പെടുന്ന കഴിവുകളെല്ലാം കൂടി തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ, ഒരാശയത്തെ നിർമ്മിക്കാനും വേണ്ട ഒരു ആശയം വഴി ലോകത്തെ പോലും നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പുതുലോകത്തെ നിർമ്മിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ കഴിവുകളെയാണ് വാസ്തവത്തിൽ ബുദ്ധി എന്ന് പറയുക. ഒന്നുകൂടി ഞാൻ പറയാം. ഒരാശയത്തെ, ഒരു തത്വത്തെ, ഒരു പുതിയ ചിന്താധാരയെ, ഒരു കണ്ടുപിടുത്തത്തെ, ഒരു പുതിയ സൃഷ്ടിയെ എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ നിന്നും മറ്റൊന്നിനെ സൃഷ്ടിക്കപ്പെടാൻ, ഇല്ലാത്തതിനൊന്നും സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയത്തില്ല. അത് ദൈവമാത്രത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പല മൂലകങ്ങളെയും അഥവാ ഭൗതികമായ പല സത്തകളെയും അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവന് പുനർനിർമ്മിക്കാൻ, പുനർവിചിന്തനത്തിന് വിധേയപ്പെടുത്താൻ, ഒന്നുകൂടി മറ്റൊരു ലോകം സൃഷ്ടിക്കപ്പെടാൻ, മറ്റൊന്ന് പുതിയതായി ഉണ്ടാക്കാൻ, അഥവാ ലോകത്തെ തന്നെ പുതിയതായി നിർമ്മിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ കഴിവുകളാണ് വാസ്തവത്തിൽ ബുദ്ധി എന്ന് പറയുക. ശ്രദ്ധിച്ചേ, പൗലോസ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, ഭാവനകൾ, കാഴ്ചപ്പാടുകൾ ഇവയെല്ലാം ഉൾക്കൊള്ളുവാനും ബോധപൂർവമോ അബോധപൂർവമായി പ്രവർത്തിക്കുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനസ്സ്. കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആർക്കാ മനസ്സിലാകുന്നില്ലേ? ലളിതമായിട്ട് ഒന്നും പറയാൻ ഒരു നിർവചനമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. മനസ്സെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുമല്ലോ, അവന്റെ മനസ്സ് കണ്ടില്ല, അവിടെ മനസ്സ് കണ്ടവന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയാം എനിക്ക് മനസ്സില്ല. എന്താ നമ്മൾ പറയുന്നത്? ചുമ്മാ എന്ന് പറയുന്ന എന്താ അതിന്റെ അർത്ഥം? നിർവചനം എഴുതിക്കൂ. മനുഷ്യന്റെ ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, ഭാവനകൾ, കാഴ്ചപ്പാടുകൾ, എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതും ബോധപൂർവമോ അബോധപൂർവമായോ പ്രവർത്തിക്കുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനസ്സ്. അഥവാ മൈൻഡ്. ഈ പ്രതിഭാസം എന്ന വാക്കിന് മാറ്റങ്ങൾക്ക് വിധേയപ്പെടാൻ സാധ്യത ഉള്ളത് എന്നർത്ഥമുണ്ട് കേട്ടോ. മാറ്റങ്ങൾക്ക് വിധേയപ്പെടാൻ സാധ്യതയുള്ളത്. നീ ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ വായിക്കാം. മനുഷ്യൻ ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, ഭാവനകൾ, കാഴ്ചപ്പാടുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതും ബോധപൂർവം കൃത്യമായ അറിവോടുകൂടിയോ അറിവില്ലാതെയോ പ്രവർത്തിക്കുന്ന സങ്കീർണമായ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സിന്റെ ഒരു പ്രതിഭാസമാണ്. മാറ്റങ്ങൾക്ക് എപ്പോഴും വിധേയമായി കൊണ്ടിരിക്കുന്ന, ആ പിടിച്ചാൽ കെട്ടാത്ത, മനസ്സിലാകാത്ത ഒരു അവസ്ഥാവിശേഷമാണ് വാസ്തവത്തിൽ മനസ്സ്. ശ്രദ്ധിച്ചേ, ഇനി മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആ ഭാഗം ഒരു പൊതുവായി ചിന്തിച്ച് അവസാനിപ്പിക്കാം. ഒന്ന്, ചിന്തിക്കുക. മനസ്സിന്റെ പ്രവർത്തനം ഒന്ന്, ചിന്തിക്കുക. എന്ത്? ആശയങ്ങൾ രൂപപ്പെടുത്തുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, കാര്യങ്ങളെ വിശകലനം ചെയ്യുക. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ചിന്ത നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ചിന്ത എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ടായല്ലോ. എന്താ ചിന്ത എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ ചിന്ത എന്ന വാക്കിന് നമ്മൾ കേൾക്കുന്ന മറുപടിക്കും ചോദ്യത്തിനും മറുപടിക്കും ഇടയിലുള്ള വിവര വിശകലനമാണ്. നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യത്തിന് പ്രതികരണം പറയുന്നതിന് മുമ്പ് നമ്മൾ രൂപപ്പെടുന്ന ആ വിഷയം സംബന്ധിച്ചുള്ള വിശകലനമാണ് വാസ്തവത്തിൽ ചിന്ത എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ
മനസ്സിന്റെ മാനസിക പ്രവർത്തനങ്ങൾ ഒന്ന് ചിന്തിക്കുക, എന്തൊക്കെ ചിന്തിക്കുക, ആശയങ്ങൾ രൂപപ്പെടുത്തുക, പ്രശ്നപരിഹാരം ഉണ്ടാക്കുക, കാര്യങ്ങളെ വിശകലനം ചെയ്യുക, ഇതൊക്കെയാണ് ചിന്തിക്കുക എന്ന് പറഞ്ഞത്. രണ്ടാമത് അനുഭവിക്കുക എന്നത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അനുഭവിക്കുക എങ്ങനെ? സന്തോഷം, ദുഃഖം, ഭയം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങളെ ഉണ്ടാക്കാൻ മനസ്സിനാണ് കഴിയുക. നമുക്കുണ്ടാകുന്ന സന്തോഷമാകട്ടെ, ദുഃഖമാകട്ടെ, ഭയമാകട്ടെ, ദേഷ്യമാകട്ടെ, എല്ലാ വൈകാരിക ഭാവങ്ങളും ഉണ്ടാകുന്നത് മനസ്സിന്റെ ഒരു പ്രതിപ്രവർത്തനം. ഇനി ഗ്രഹിക്കുക അല്ലെങ്കിൽ കേൾക്കുക, അറിയുക, സ്വീകരിക്കുക. എന്ത്? ചുറ്റുപാടുകളെ കുറിച്ച് അറിയുക, വിവരങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വിവരശേഖരണത്തിന് മനസ്സാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയായി വർത്തിക്കുന്നത്. എന്തുവാ? ഈ ചുറ്റുപാടുകൾ നമുക്കുണ്ടാകുന്ന ഈ സറൗണ്ടിങ്സിനെ കുറിച്ച് നമ്മൾ അറിയുക, വിവരങ്ങൾ മനസ്സിലാക്കുക, അതാണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ് ഓർമ്മിക്കുക എന്നത്. എങ്ങനെ? വിവരങ്ങൾ ശേഖരിക്കുകയും ആവശ്യമുള്ളപ്പോൾ അത് ഓർത്തെടുക്കുകയും ചെയ്യുക. വിവരങ്ങൾ ശേഖരിക്കുകയും അത് ശേഖരിച്ച് വെക്കുകയും ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യും? അത് ഓർത്തെടുക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. ഏതായാലും ഈ മനസ്സ് എന്ന് പറയുന്ന ഭാഗം ഈ ലേഖനങ്ങളിൽ പൗലോസ് ഉപയോഗിക്കുമ്പോൾ അത് എന്തിനൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രതിപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ രക്ഷയുമായി, ദൈവവുമായി, ക്രിസ്തുവുമായി, ക്രിസ്തുവിന്റെ വചനങ്ങളുമായി, ഉപദേശങ്ങളുമായി കണക്റ്റഡ് ആയിട്ടുള്ളത് എന്ന് ആണ് നമുക്കിവിടെ കാണാൻ ഈ പൗലോസ് ഈ ഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അടിസ്ഥാനം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഭാഗത്തേക്ക് വരാൻ. ഇന്ന് ഈ രാത്രി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വാസ്തവത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, നമ്മൾ പഠിച്ചത് ആത്മാവ് എന്താണ്. രണ്ട്, മനസ്സ് അഥവാ ബുദ്ധി അഥവാ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം കൂടിയായിരുന്നു. അപ്പം ഏതായാലും നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ പൗലോസ് മുൻപോട്ട് വെക്കുന്ന ദൈവശാസ്ത്ര ചിന്തകളിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നതിന്റെ ഒരു വിജ്ഞാനമാണ് നമ്മളിൽ നിന്നും ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നത്. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം വിശദാംശങ്ങളും ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പല വാക്കുകളും നമുക്കൊരു പക്ഷേ അർത്ഥവ്യത്യാസം തോന്നിയേക്കാം. നമ്മൾ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പല വാക്കുകളുടെയും അർത്ഥം ഇതാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ പദം എന്താ ഇതാ പറയുന്നത്, ഒരു പക്ഷെ ഉപദേശപരമായിട്ടും ആശയപരമായിട്ടും നമ്മളുടെ ചിന്താപരമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് സന്ദേഹങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ളതും ഒപ്പം തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വസിക്കുന്ന രക്ഷയെ സംബന്ധിച്ചും നമ്മുടെ രക്ഷന്റെ പദ്ധതിയെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും സംബന്ധിച്ചും സംശയം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായി ഈ അറിവുകൾ നമ്മൾ ശേഖരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ക്ലാസ് ഞാൻ രൂപപ്പെടുത്താൻ ഇടയായി തീർന്നത്. ലേഖനങ്ങളൊക്കെ ഇത് ഒരു കാര്യം ഞാൻ പറയാം, ലേഖനങ്ങളൊക്കെ വായിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇത്ര സംശയം. മനസ്സിലായല്ലോ? ലേഖനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക്, ബൈബിള് ലേഖനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ ഇത്തരം സംശയങ്ങൾ വരാറുള്ളൂ. അതുപോലെ തന്നെ സ്ഥിരം മെസ്സേജ് കേൾക്കുകയും സ്ഥിരം ക്ലാസ് കേൾക്കുകയും ഇതൊന്നും ചിന്തിക്കാതിരിക്കുകയും എനിക്കെങ്ങനെയായാലും കർത്താവ് മരണം വരുമ്പോൾ പോകണം എന്നത് മാത്രം ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചിന്തിക്കേണ്ട, നമ്മൾ ഈ പോയ പോലെ പോയാൽ മതി. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ ആത്മീയ മനുഷ്യൻ ബലപ്പെടുകയും നമ്മുടെ ഭൗതിക മനുഷ്യനൊപ്പം തന്നെ ആത്മീയ മനുഷ്യനും ബലപ്പെടണം, ശക്തിപ്പെടണം. അവന് നല്ല ഊർജം ഉണ്ടാകണം, അവന് നല്ല കാമ്പും കഴമ്പും ഉണ്ടാകണം. മൂല്യമുള്ള ഒരു ആത്മീയതയുടെ വക്താക്കളായി നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കണം എന്നതിനെ സംബന്ധിച്ചൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ഭക്ഷണത്തിൽ എന്തെല്ലാം ചേരുവകൾ ചേർക്കണം എന്ന് കൃത്യമായി നമുക്കറിയാം. അത് ചേർത്തില്ല എങ്കിൽ അത് രുചി ഉണ്ടാവില്ല, അത് ഭക്ഷണ യോഗ്യമല്ല. അത് ചില ഭക്ഷണങ്ങളിൽ ഇന്നത് ചേർക്കാൻ പാടില്ല, ചില ഭക്ഷണങ്ങളിൽ ഇന്നത് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. അറ്റ്ലീസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചെങ്കിലും ഒരു ബോധ്യം ഉണ്ടാകണം. അതിനാണ് ഇത്തരം ക്ലാസ്സുകളുടെ ഇത്തരം വിശദീകരണങ്ങൾ പറയുന്നത് എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിന് ഒരുമിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഇത്രയും സമയം നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഉണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും നന്ദി. ഞാൻ നാളെ നോട്ട് ഇടുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഔട്ട് ലാലിച്ചൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചുവല്ലോ. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഷ ഇച്ചിരി കഠിനമായിരിക്കുന്നത്. താൻ എഴുതുന്ന സചേതന ചിന്തകൾ എന്ന് പറയുന്ന ഒരു എഴുത്തുണ്ട്. താൻ എല്ലാ ദിവസങ്ങളും തനിക്കതിന് അവാർഡൊക്കെ ലഭിച്ചതാണ്. വളരെ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ ബൈബിൾ കോളേജിന് താൻ ലഭിച്ചതും തൻ്റെ എല്ലാ കാര്യങ്ങളിലും താൻ വളരെ താനാണ് എന്നും രാവിലെ ബ്രോഷറുകളെല്ലാം ഉണ്ടാക്കി എല്ലാം അപ്ഡേറ്റ് ആയിട്ട് ഒക്കെ ചെയ്യുന്നത്. ദൈവം തന്നെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. പ്രിയ സിസ്റ്റർ ബീന ജോസ് പ്രാർത്ഥിച്ചാട്ട് കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയൽ ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി കാലം ദൈവമേ അങ്ങയുടെ വചനം പഠിപ്പിച്ച് അങ്ങയുടെ ദാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ഇനിയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ബുദ്ധി ജ്ഞാനവും കർത്താവ് കൊടുക്കുമാറാകണം. ആരോഗ്യവും ബലവും ആയുസ്സും കർത്താവ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് ദൈവമേ ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാകണമേ. അനേകരെ കർത്താവിലേക്ക് നേടുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രിയ ലാലു പാസ്റ്റർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ. ഷാജി ദാനിയൽ പാസ്റ്റർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവ് അനുഗ്രഹിക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അധ്യാപകരെയും ദൈവം എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സകല വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായിട്ട് ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം നമ്മളെ വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനായ കർത്താവിനെ സ്തുതിക്കാം. തന്നെ വീണ്ടും കർത്താവ് മാനിക്കട്ടെ. കടന്നു എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രികാലം കടന്നു പോകാം. ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും വചനം പഠിച്ചവരും വചനം പഠിപ്പിച്ചവരോടുകൂടെ ഇന്ന് കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തേശോട് ചെന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ വൈകിട്ട് നമ്മുടെ പാസ്റ്റർ CV ആൻഡ്രൂസ് വെളിപ്പാട് പുസ്തകം എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് വളരെ കീഴ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഒക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.